വീണ്ടും ഷിരൂരിലാണ്. ദുരന്ത ഭൂമിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇന്നിവിടെ യാതൊരു വിധത്തിലുള്ള രക്ഷാദൗത്യവും നടക്കുന്നില്ല. അതായത് കഴിഞ്ഞ ദിവസം നിർത്തിയിട്ടില്ല എന്ന് കർണാടക പറഞ്ഞിടത്ത് താൽക്കാലികമായിട്ടൊരു വിരാമം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് കാണുന്നത്. ഇവിടെ ഇപ്പോൾ മറ്റ് പ്രവർത്തികളൊന്നും രക്ഷാദൗത്യത്തിൻ്റെതായി ഭാഗമായിട്ടുള്ള പ്രവർത്തികളൊന്നും നടക്കുന്നില്ല. പുഴയിൽ തിരച്ചിൽ നടക്കുന്നില്ല. കരയിൽ ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന നടപടികൾ മാത്രമാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും രക്ഷാദൗത്യങ്ങൾ ഒട്ടും നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ ഈ തിരച്ചിലിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിരാമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാജഗോപാൽ MLA നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെ ഒന്നും നിർത്തിയിട്ടില്ല എന്നാണ് മീറ്റിങ്ങിന് ശേഷം മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്നിവിടെ തിരച്ചിൽ അല്ലെങ്കിൽ രക്ഷാദൗത്യം ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് തുടരുമെന്നുള്ളത് തന്നെയാണ് പൊതുവായിട്ട് ഇന്നലെ ആ മീറ്റിങ്ങിലായാലും മറ്റ് അതിന് ശേഷമായാലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ടെക്നീഷ്യൻ ഇവിടെ പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം അതിൻ്റെ സാധ്യത പരിശോധിച്ച് അടിയന്തരമായും അതിന് പുതിയ മെഷീനറി എത്തിക്കാനും തുടർ പ്രവർത്തനം നടത്താമെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു വിവരം. പുഴയിലെ അവസ്ഥ എങ്ങനെയാണ്? എന്താണ് ജില്ലാ ഭരണകൂടം പറയുന്നത്? ജില്ലാ ഭരണകൂടം പറഞ്ഞാൽ ഇപ്പോഴും പിന്നെ അടിത്തട്ടിൽ നല്ല ഒഴുക്കാണ്, അത്ര എളുപ്പമല്ല കണ്ടെത്താനും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അഭിപ്രായം തന്നെയാണ് അവർക്കുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും ഈ പുഴ തെളിയൂ എന്നുള്ളതാണ് അവരൊരു പൊതു അഭിപ്രായം. പക്ഷേ നമ്മുടെ ശക്തമായിട്ടുള്ള അഭിപ്രായവും സമ്മർദ്ദവും അല്ലെങ്കിൽ അഭിപ്രായത്തിനെ തുടർന്നും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ തുടർന്നും അന്വേഷണം നന്നായിട്ട് ഊർജിതമായിട്ട് തെരച്ചിൽ നടത്തണമെന്നുള്ള രീതിയിലേക്കാണ് പൊതുസമീപനത്തിലേക്ക് അവർ എത്തിയിട്ടുള്ളത്. അപ്പോൾ മിഷനറിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാമെന്നിലാണ് ഇപ്പോൾ അവരുള്ളത്. സംവിധാനങ്ങളൊക്കെ ഇവിടുന്ന് മാറുകയാണ്. സേനാ വിഭാഗങ്ങളൊന്നും ഇവിടെ ഇന്ന് കാണാനില്ല. അപ്പോൾ ഇപ്പോഴും താൽക്കാലിക വിരാമം എന്നുള്ളത് പൂർണ്ണ വിരാമത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെ ഒരു ആശങ്കയില്ലേ ശരിക്കും കേരളത്തിന്? അല്ല, കേരളത്തിന് ആശങ്ക ഉള്ളതുകൊണ്ടാണ് CM തന്നെ ഇടപെട്ടതിനകത്ത്. CM ഇടപെട്ടു, മന്ത്രി ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. പിന്നെ തെരച്ചിൽ നിർത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് തന്നെയാണുള്ളത്. ആ നിലപാട് തന്നെയാണ് കേരളത്തിന് ഇപ്പോൾ ഉള്ളത്. ഏതായാലും MLA ഇന്നും ഇവിടെ തുടരുന്നുണ്ട്. സമയം മുൻപ് M. വിജിനും രാജഗോപാൽ MLAയും ഇവിടെ ഈ സ്ഥലം സന്ദർശിച്ചു. നിലവിലേതായാലും തിരച്ചിൽ തുടരാനുള്ള നടപടികളൊക്കെ എടുക്കുമെന്നാണ് കേരളത്തിന് കർണാടക നൽകിയിരിക്കുന്ന ഉറപ്പ്. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് സാങ്കേതിക വിദഗ്ധർ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അവരിവിടെ വന്ന് ആ ഡ്രഡ്ജർ പുഴയിൽ ഇറക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഭാവി രക്ഷാദൗത്യം എങ്ങനെ വേണമെന്ന് കർണാടക തീരുമാനിക്കുക. അപ്പോഴും കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്നൊക്കെ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രേം ശശിക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ഷിരൂർ.